ഇന്റർനാഷണൽ സ്റ്റേഡിയം ചേലാട്. 2016 സർക്കാർ അംഗീകരിച്ച കിഫ്ബി പണവും അനുവദിച്ച പദ്ധതിയാണ് ഇന്റർനാഷണൽ സ്റ്റേഡിയം ചേലാട്. കോതമംഗലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ കായിക ചരിത്രത്തിൽ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഡിയത്തിന് വലിയ ഇമ്പോർട്ടൻസും ഉണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. ഈ നാട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്ന് മാത്രമാണ്. നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഇനി അതിന്റെ കഥ അറിയാൻ പോകുന്നത്. ഇവിടെ നിന്ന് 600 മീറ്ററാണ് കാണിക്കുന്നത് അങ്ങോട്ട്. ഇത് പോയി വല്ല കാട്ടിലേക്ക് ഒന്ന് കയറുമോ? ഇവിടെ ഒന്നുമില്ലല്ലോ നീല, മൊത്തം കാടാണല്ലോ. ചേട്ടാ ഈ ചേലാട് സ്റ്റേഡിയം ഏതാ? സ്റ്റേഡിയം ഇതാണ് സ്റ്റേഡിയം. ഈ കോട്ടയാണ് ഇവിടെ ഉണ്ടാക്കി. ഇങ്ങനെ തട്ടില്ല, ഇങ്ങനെ കോട്ട വണ്ട് അവരിട്ടാണ് കിഴക്ക് പടിഞ്ഞാറ്റാണ് തട്ടില്ലേ. അപ്പൊ സ്റ്റേഡിയത്തിന്റെ ഇതാ ഇങ്ങനെ കിടക്കുന്ന ഇതാ. കാട് പിടിച്ചിട്ടൊക്കെ ആരും ഇതിന് വേണ്ടിട്ട് വരുന്നില്ല. ഇതെന്ന് പറഞ്ഞ വർഷങ്ങളായി ഇതിങ്ങനെ എടുത്തിട്ടേക്കണെയാണ്. സ്റ്റേഡിയം ഇന്ന് വരും നാളെ വരുമെന്നും പറഞ്ഞ് ആദ്യം പറഞ്ഞ അന്താരാഷ്ട്ര സ്റ്റേഡിയം ആണെന്നും പറഞ്ഞാണ്. ഇപ്പം ഇതൊന്നും അല്ല എന്നുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കും അറിയില്ല. നീന്തൽക്കുളം ഉൾപ്പെടെ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയാണ് ഈ സ്റ്റേഡിയം ആരംഭം കുറിക്കുന്നതെന്നാണ് പറഞ്ഞുള്ള അറിവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം. ഈ ഒരു സ്റ്റേഡിയമായിട്ട് ബന്ധപ്പെട്ട് ഈ പാറകട പൊട്ടിച്ചിങ്ങനെ മാറ്റിയിട്ട് ഇട്ടിരിക്കുന്നു മാത്രം. അത്ര പണിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ വോളിബോൾ കളിച്ചോണ്ടിരുന്ന നേരത്തെ ഇവിടെയൊക്കെ മൊത്തം കാട് കയറി കളിക്കാൻ പോകാൻ പറ്റില്ലാത്ത സ്ഥലമായിരുന്നു. ഇതൊക്കെ ഇന്ന് രാവിലെ പൊളിച്ചെടുത്തിട്ട് കൊണ്ടുപോയി വെച്ചിട്ടാണ് നമ്മുടെ സ്പോർട്സ് ടീച്ചറൊക്കെ കൂടിയിട്ട്. വർഷങ്ങളായി പറയുന്ന ഗ്രൗണ്ട് നമുക്ക് മെച്ചപ്പെടുത്തി തരാം എന്ന് പറയുന്നതല്ലാണ്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. നമുക്ക് ഗ്രൗണ്ടിൽ കളിക്കണമെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണുന്നതാണ്. ഭയങ്കര കഷ്ടപ്പാടാണ്, കളിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ഒരുപാട് കുട്ടികൾ വന്ന് പരാതി പറയുന്നു. 8-10 വർഷമായിട്ടും അന്താരാഷ്ട്ര സ്റ്റേഡിയം എങ്ങും എത്താത്തതിന് സർക്കാരിന് ഒന്നേ പറയാനുള്ളൂ: പണിയുടെ കരാറെടുക്കാൻ ആരും വന്നില്ല. ഈ കരിഞ്ഞു കിടക്കുന്ന പുൽനാമ്പുകൾ പോലെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് ഇവിടെ ഇല്ലാതായത്. എണ്ണം പറഞ്ഞ ഒരുപാട് കായിക താരങ്ങളെ നമുക്ക് സമ്മാനിച്ച നാടാണ് കോതമംഗലം. ഈ കാര്യത്തിൽ സർക്കാർ അതെങ്കിലും ഓർക്കണം. പാലയിൽ നവകേരള മൈതാനം എന്ന പോലെ നവകേരള സ്റ്റേഡിയം എന്ന് പേരിട്ടാലും കുഴപ്പമില്ല. ചേലാട് ഇവിടെ ഒരു നല്ല കളിസ്ഥലം വന്ന് കണ്ടാൽ മതിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.